ഹായ്സ്. അപ്പോൾ ഇതെൻ്റെ അടുത്ത വീഡിയോ ആണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത്. മറ്റൊന്നുമല്ല, കുട്ടികളുടെ പഠന വൈകല്യത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടി പോകാൻ തോന്നുന്നു. ഓക്കെ. കുട്ടികളിലെ പഠന വൈകല്യം ഇത് നേരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇത് പലരും വച്ച് താമസിപ്പിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ അങ്ങ് നശിച്ചു പോവും. അതിനൊരു കാരണം പാരൻസ് തന്നെയാണ്. കാരണം ഈ പാരൻസ് ഇത് കുട്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണ് കുട്ടി മനഃപൂർവ്വം ഇത് ചെയ്യുന്നതാണ്, മടിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു ഘട്ടം കഴിയുമ്പോൾ കുഞ്ഞ് ഫെയിലാവുന്നു. പിന്നെ കുഞ്ഞിനെ അവനിലുള്ള പ്രതീക്ഷ വീട്ടുകാർക്ക് നഷ്ടപ്പെടുന്നു, അവന് തന്നെ നഷ്ടപ്പെടുന്നു. അങ്ങനെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങും എത്താതെ കുട്ടികൾക്ക് വായിക്കാനും ഒന്നും കഴിയാതെ വായിക്കാനുള്ള സ്കില്ലും എഴുതാനുള്ള സ്കില്ലും ഒന്നും ഡെവലപ്പ് ആകാതെ കുട്ടികൾ ബാക്കിലോട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ഒരുപാട് പേർക്കും അറിയാം എന്താണ് ഇതൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്, അതിന് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ കുറേ പേർക്കെങ്കിലും അറിവുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാണ്. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാരൻസ് ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർക്കത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. സോ പഠന വൈകല്യം എന്ന് പറയുന്നത് തിരിച്ചറിയാൻ എങ്ങനെയാണ് ഇത് തിരിച്ചറിയേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. അതായത് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, പഠന വൈകല്യം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, പഠിക്കാൻ ബുദ്ധിമുട്ട്. പഠിക്കാനെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ തന്നെ പല ഏരിയ ഉണ്ടല്ലോ. വായന, പഠിക്കുന്നത് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് പഠനമാകുന്നത്. വായിക്കുന്നതും എഴുതുന്നതും ഒക്കെയാണല്ലേ. അപ്പോൾ വായിക്കാനുള്ള ബുദ്ധിമുട്ട്, എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഇനി ചില കുട്ടികൾക്ക് മാത്സ് ഭയങ്കര പാടായിരിക്കും, അത് നമ്പേഴ്സ് തമ്മിൽ തിരിഞ്ഞു പോകുന്നൊരവസ്ഥ. ഇതൊക്കെ തന്നെയും പഠന വൈകല്യത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചില കുട്ടികൾ പിന്നെ ഉണ്ട് ചില കുട്ടികൾക്ക് ഈ പേരുണ്ടല്ലോ, കുട്ടികളുടെ പേര്, ക്ലാസ്സിലുള്ള കുട്ടികളുടെ പേര് ഓർത്ത് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ട്. സ്ഥലത്തിൻ്റെ പേര്, കുട്ടികളുടെ പേര്, ചില സാധനങ്ങളുടെ പേര്, ഇതൊന്നും അങ്ങോട്ട് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊക്കെ തന്നെയും അത് മെമ്മറി പവർ ഇല്ലാഞ്ഞിട്ടല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് പല മേഖലയിൽ പല കാര്യത്തിലും സ്കിൽസ് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കും, ഇത് മടി കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അവന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഒരു തല്ലുകൊള്ളി, പഠിക്കാനും വയ്യ, ഞാനങ്ങ് കഷ്ടപ്പെടുവാന്ന് പല പാരൻസും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പഠിപ്പിക്കാനിരുത്തുമ്പോൾ അടിയും ബഹളമാണ്. കുട്ടിക്കത് എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവനത് മനസ്സിലാവുന്നുമില്ല, അവന് വായിക്കാൻ പറ്റുന്നില്ല. എത്ര ലെറ്റേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടും തലയിൽ കയറുന്നില്ല, എത്ര കളേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടും തലയിൽ കയറുന്നില്ല. ചില കുട്ടികളിലുണ്ട് ഇപ്പം റെഡ്, ഗ്രീൻ, ബ്ലൂ, ഇങ്ങനെ 3 കളർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് അപ്പോഴേ അതായത് നമ്മളപ്പോൾ പറഞ്ഞു കൊടുത്തൊരു 30 സെക്കൻഡ് കഴിഞ്ഞ് ചോദിച്ചാൽ ഈ കുട്ടിക്ക് അറിഞ്ഞൂടാ. അത് നമ്മൾ തിരിഞ്ഞു പോകും കുഞ്ഞിന്. റെഡ് ബ്ലൂ എന്ന് പറയും, ബ്ലൂ ഗ്രീൻ എന്ന് പറയും. അതൊക്കെ ഈ ഒരു പഠന വൈകല്യത്തിൻ്റെ ഒരു അവസ്ഥകളാണ്. അപ്പോൾ നമ്മളെന്ത് പറയും കുഞ്ഞിൻ്റെ അടുത്ത്, ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു തന്നതല്ലേ ഉള്ളൂ, അതുപോലും അത്ര സമയം പോലും അത് ഓർമ്മയിൽ വയ്ക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആകെ കുഞ്ഞിനെ അങ്ങ് കുറ്റപ്പെടുത്തും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പഠന വൈകല്യം എന്തുകൊണ്ടുണ്ടാകുന്നു, അതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് എന്നുള്ളതാണ് ആദ്യം എല്ലാ പാരൻസും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം കുഞ്ഞുമക്കളെ ഹാൻഡിൽ ചെയ്യുന്ന അമ്മയും അച്ഛനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഠന വൈകല്യം എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. എന്താണ് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സാധനത്തെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്കത് അണ്ടർസ്റ്റാൻഡ് ആവുന്നത്, അല്ലേ, അത് ഇന്ന സാധനമാണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ആവുന്നത്. അപ്പോൾ ഇപ്പോൾ റെഡ് കളർ, അതപ്പോൾ ഞാനിപ്പോൾ റെഡ് കളർ കാണുന്നു, അപ്പോൾ എൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നു, അത് റെഡ് ആണെന്ന് അണ്ടർസ്റ്റാൻഡ് ആവുന്നു എനിക്ക്. പക്ഷേ ഈ കുട്ടികൾക്ക്, ഇങ്ങനെയുള്ള മക്കൾക്ക് അങ്ങനെ പ്രോസസ്സ് ചെയ്യാനുള്ള ബ്രെയിനിൻ്റെ ഒരു കഴിവുണ്ടല്ലോ, അത് ഇല്ലായിരിക്കും. അത് ബ്രെയിനിന് ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നില്ലായിരിക്കും ബ്രെയിനിൽ. അപ്പോൾ എന്ത് സംഭവിക്കും, അവർക്കത് മനസ്സിലാവുന്നില്ല. ഇത് റെഡാണെന്ന് പറഞ്ഞാലും അവർക്ക് തലയിൽ വരുന്നില്ല. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. നമ്മൾ എന്ത് കാര്യം, ഏതൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോഴും നമ്മളുടെ ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ കഴിവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണത് മനസ്സിലാവുന്നത്?
അപ്പം നമ്മൾ കുഞ്ഞിനെ കിടന്നിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുഞ്ഞിനെ നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല അല്ലേ? അല്ലേ? കുഞ്ഞിൻ്റെ അടുത്ത് ഒരു മിനിറ്റ്, എൻ്റെ ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ആർമിയിലാണ്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കുവാണെങ്കിൽ ഇത്രയും നേരം വീഡിയോ കോൾ ചെയ്യേണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അതങ്ങനെ ഒരു മനുഷ്യൻ. ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല, അല്ല അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇങ്ങനെ വായിക്കാൻ ബുദ്ധിമുട്ട്, എഴുതുമ്പോൾ വിറയ്ക്കുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഒരു അടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. അവർ അസസ്മെൻ്റ് എടുക്കുന്നു, കുഞ്ഞിന് പഠനവൈകല്യം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. ഇനിയിപ്പോൾ മടി പിടിച്ചിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം കാണിക്കുന്നതാണെങ്കിൽ അതും അവിടെ മനസ്സിലാക്കും. അവിടെ അതും അസസ്മെൻറ്റ് കഴിയുന്നതോടുകൂടി ആ കള്ളത്തരവും പിടിക്കുന്നതായിരിക്കും. അപ്പോൾ പഠനവൈകല്യം നേരത്തെ തിരിച്ചറിയുക. ഇപ്പം ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചില കുട്ടികൾക്ക് വായിക്കാൻ അറിയാതിരിക്കും. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പയ്യൻ, 2 പയ്യന്മാർ എനിക്കിപ്പോഴും ഒരു ഓർമ്മ വരുന്നത് തന്നെ ഒന്നും പഠിക്കാത്ത പിള്ളേർ. അത് 2 ഒന്നും പഠിക്കില്ല. ഇതാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷേ അവർക്ക് ചിലപ്പോൾ പഠനവൈകല്യമായിരുന്നിരിക്കാം. അതൊന്നും അന്നത്തെ കാലത്ത് ആരും അതൊന്നും ശ്രദ്ധിക്കാറും ഇല്ല. ടീച്ചേഴ്സാണെങ്കിലും അങ്ങനെ ഒരു കാറ്റഗറി അവർക്ക് അങ്ങനെ ഒരു ലേബൽ കൊടുത്ത് അവരെ അങ്ങ് തള്ളുന്നു. അതായത് പഠിക്കാത്ത പിള്ളേർ അങ്ങനെ അങ്ങ് തള്ളുന്നു. അപ്പോൾ ബാക്കി കുട്ടികൾക്കും അങ്ങനെ ഒരു ഇതാവും. പിന്നെ അവർക്ക് തന്നെ അവരുടെ ഉള്ളിൽ പിന്നെന്താണ്, വലിയൊരു പ്രതീക്ഷയൊന്നും അവർക്ക് തന്നെ കാണത്തില്ല. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് അവന്മാർക്ക് വായിക്കാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ 7ാം ക്ലാസ്സായി, എന്നിട്ടും ഇതൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ഇപ്പോൾ ഗ്രൂപ്പൊക്കെ തിരിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു കുട്ടി നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടായിരിക്കും ആ കുട്ടിയെ നോക്കി കാണുന്നത്. എന്ന് വെച്ചാൽ കണ്ടോ, ഞങ്ങൾക്കൊക്കെ വായിക്കാനൊക്കെ അറിയാം എന്നുള്ളൊരിത്. അന്നൊക്കെ കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ അത്രയ്ക്കുള്ള വിവരമല്ലേ കാണൂ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ്, അപ്പോൾ അങ്ങനെയാണ് നോക്കി കാണുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ആ കുട്ടികൾക്ക് അവർക്കൊക്കെ അതായിരിക്കാം പ്രശ്നം ചിലപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് എൻ്റെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു, എനിക്ക് പണ്ടിങ്ങനെ ലേണിംഗ് ഡിസോർഡർ ആയിരുന്നു, പക്ഷേ അതാരും ഐഡൻറ്റിഫൈ ചെയ്തില്ല, ഞാൻ അതിലൊത്തിരി സ്ട്രഗിൾ ചെയ്തു എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ശരിയാണ്, ഇതുപോലെ പല കുട്ടികളുടെയും ഈ ഒരു അവസ്ഥയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ അവരെ ഇങ്ങനെ പുഷ് ചെയ്ത് അവരെ കൊണ്ട് പറ്റാത്ത കാര്യം ഇങ്ങനെ നിങ്ങളിങ്ങനെ പുഷ് ചെയ്ത് ചെയ്യിപ്പിക്കുമ്പോൾ അവരിലൊരു ട്രോമ ഉണ്ടാകുന്നു. അപ്പോൾ അത് അവരോട് ചെയ്യുന്ന ദുഷ്ടത്തരമാണ്, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇതിനെ ആദ്യമേ തന്നെ നിങ്ങൾ കണ്ടെത്തുക. ഈ ഒരു അവസ്ഥയെ ഞാൻ പറഞ്ഞല്ലോ, ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതായത് വീട്ടിലിരുന്ന് ഇത് സ്വയം ശരിയാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ തെറാപ്പി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അസസ്മെൻ്റ് എടുക്കുന്നു, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അസസ്മെൻ്റ് കഴിഞ്ഞിട്ട് കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു തെറാപ്പിസ്റ്റ് പ്ലാൻ ചെയ്ത് ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ ഈ കുട്ടിയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പെട്ടെന്നൊരു ചേഞ്ച് അല്ല, പക്ഷേ പോകെ കുട്ടി ചേഞ്ചസ് കാണിക്കാൻ തുടങ്ങും. അത് ഉറപ്പാണ്. ഒരു നല്ലൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കുട്ടിയെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകെ ഉറപ്പായിട്ടും ചേഞ്ചസ് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതുപോലെ ഇതൊന്നും ഒരു ഡിസബിലിറ്റി അല്ല കേട്ടോ, ഇതൊക്കെ ഒരു ഡിസോർഡറാണ്, ഇതൊക്കെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളിലുള്ള കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന പാരൻസിനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അതവരങ്ങനെ സ്പെഷ്യലായതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം അങ്ങനെയുള്ള പാരൻസാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ഹീറോസ്. അത് സത്യമായ കാര്യമാണ്. നമ്മളിപ്പോൾ നോർമൽ കുട്ടിയെ നോക്കുന്നതിനേക്കാളും ഒരു സ്റ്റെപ്പ് അധികം നമ്മൾ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള അമ്മമാർക്ക്. അപ്പോൾ അവരുടെ ആ ഒരു എഫേർട്ട് അത് നമ്മൾക്ക് പറയാതെ പറ്റില്ല. ഒരു സൈക്കോളജിസ്റ്റായിട്ട് ഇരുന്ന സമയത്തും ഞാൻ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള സ്പെഷ്യൽ കിഡ്സിൻ്റെ അമ്മമാരുടെ ആ ഒരു അവസ്ഥ.
അവരെ ഹീറോസ് എന്ന് തന്നെ നമ്മൾ പറയണം. അപ്പോൾ അങ്ങനെ അവർ അത് മാത്രമല്ല, അങ്ങനെയുള്ള അമ്മമാരുടെ ആ ഒരു മനസ്സ് നമ്മൾക്കത് അവരിങ്ങനെ എന്താണ്, എൻ്റെ കുഞ്ഞ് ശരിയാകുമോ, എൻ്റെ കുഞ്ഞ് ഓക്കെ ആവുമോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന അവരുടെ ആ ഒരു എന്താണ്, ഒരു ആകാംക്ഷയാണോ, അവരുടെ ഒരു വെപ്രാളമാണോ, അതൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നും ഒരു സപ്പോർട്ടായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹീറോസാണ്. എന്നിട്ട് ഇങ്ങനെ എന്താണ്, വാ കൊണ്ട് മറ്റുള്ളവർക്ക് പറയാൻ പറ്റുമല്ലേ, പക്ഷേ നിങ്ങളുടെ സ്ഥാനത്ത് വരുമ്പോഴേ ആ ഒരു ഇത് മനസ്സിലാവും. അതായത് നിങ്ങളുടെ അവസ്ഥയല്ല, നിങ്ങളെടുക്കുന്ന എഫേർട്ടിനെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എഫേർട്ടാണ്. അത് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും അത് മതിയാകാത്ത എഫേർട്ട് തന്നെയാണ്. പിന്നെ അങ്ങനെയുള്ള അമ്മമാർക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഈ ഒരു എന്താണ്, കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബിഹേവിയർ ഇഷ്യൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് നമ്പർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മുടിയൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മെയിൽ ID തരാം, അതുവഴി നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ലേണിംഗ് ഡിസോർഡർ അഥവാ പഠന വൈകല്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. അതെന്താണെന്ന് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാക്കയൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കിങ്ങനെ മ്യൂസിക് ഇട്ട് തരുവാണ്. ഒന്നാമത് ഇത് പൊട്ട വോയിസും എല്ലാം ആയിട്ടിരിക്കുവാണ്. അതിനിടയിൽ കൂടെയാണ് കാക്കയുടെ മ്യൂസിക്. ഓക്കെ, ഇത് എത്രത്തോളം ക്ലാരിറ്റിയൊക്കെ വരും എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇതുപോലെയുള്ള വീഡിയോസിനായിട്ടൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇതുപോലെയുള്ള മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനത്തെ കണ്ടൻറ്റ് മാത്രമായിരിക്കത്തില്ല, പല കണ്ടൻറ്റ്, പല കുറച്ച് കൂടിപ്പോയല്ലേ. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻ്റ് ആയിരിക്കും എൻ്റെ ഈ ചാനലിൽ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകും. കാരണം ഞാനൊരു സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ. നമുക്ക് സെലിബ്രിറ്റീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവരും ചാടി പിടിച്ചങ്ങ് സബ്സ്ക്രൈബ് ചെയ്യും അല്ലേ, എല്ലാവരും ലൈക്ക് കൊടുക്കുമല്ലേ. ഓൾറെഡി അവർ സെലിബ്രിറ്റീസാണ്, അവർക്ക് ഒത്തിരി ലൈക്സും അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ അല്ലാതെ സാധാരണക്കാർ, ഇപ്പം ഞാനൊരു സാധാരണക്കാരിയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ലാംഗ്വേജ് ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു സൈക്കോളജി പരമായിട്ടുള്ള ടേംസ് ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. ഒരു സാധാരണക്കാരനെ എടുത്ത് നോക്കുമ്പോൾ പഠന വൈകല്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഇതൊക്കെ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സാധാരണക്കാരിയാണ്. ഞാൻ ഫോക്കസ് ചെയ്യുന്നതും സാധാരണക്കാരെയാണ്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണിത്. അല്ലാത്തവർക്കും ഉപയോഗപ്പെടുത്താം കേട്ടോ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാനൊരു സാധാരണക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സെലിബ്രിറ്റി ഒന്നും അല്ല, സാധാരണക്കാരിയാണ്. സോ സപ്പോർട്ട് മീ, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇനി അടുത്ത് വരും വീഡിയോസിലൊക്കെ എൻ്റെ ഇതുപോലുള്ള പല ടോപ്പിക്സ്, ഇപ്പോൾ കിഡ്സ്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുട്ടികളുടെ സൈക്കോളജിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസും കുട്ടികളിലാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും കുട്ടികളുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാരൻറ്റിങ് ടിപ്സ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരിക്കും മിക്കവാറും ഒക്കെ വരാൻ പോകുന്നത്. എനിക്കൊരു മോനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനെ വെച്ചിട്ട് ഈ വീഡിയോസൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ളൊരു കാര്യം എന്നല്ല, ആൾക്കും എൻ്റെ ഒരു പ്രസൻസ് കൊടുക്കണമല്ലോ. എപ്പോഴും വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് എനിക്കങ്ങനെ ഇരിക്കാനും പറ്റില്ല. അപ്പോൾ അത് രണ്ടും കൂടെ ഇങ്ങനെ മാനേജ് ചെയ്യണം. ഇതൊരു വൺ മാൻ ഷോ പോലെയാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ കുഞ്ഞിനെ നോക്കണം, വീഡിയോസ് എടുക്കണം, ബാക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എനിക്ക് വളരെ കുറവാണ്. ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളെൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, പക്ഷേ ആളുടെ ഫിസിക്കൽ പ്രസൻസ് എനിക്ക് ഇല്ല. അപ്പം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് അതായത് ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടീസും കൂടെ, നാട്ടിലുള്ള ഡ്യൂട്ടീസും കൂടെ ഞാനാണത് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേർ ചെയ്യേണ്ട ജോലി ഒരാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ പലർക്കും മനസ്സിലാവും. കാരണം മിക്കുള്ളവർക്കും ഇങ്ങനെ ഹസ്ബൻഡ് ആർമിയിലൊക്കെ ജോലി ചെയ്യുന്നവരും അബ്രോഡ് പോയിട്ടുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാരൻസും കൂടെ നമുക്ക് സപ്പോർട്ടില്ലാത്തൊരവസ്ഥ വരുന്ന കഴിഞ്ഞപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരെല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ അവർക്കങ്ങനെ എന്താണ് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കാനായിട്ടുള്ളൊരു സമയവും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒറ്റയ്ക്കായി പോകുമ്പോൾ ഉള്ളൊരു അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ കൂടിയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ വീഡിയോസ് മാക്സിമം ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ നോക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും പ്രധാനം. നിങ്ങളെന്നെ സ്നേഹിക്കുക, അതും എനിക്ക് ആവശ്യമാണ്. വെറുതെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളെന്നെ ഇഷ്ടപ്പെടണം. എല്ലാവർക്കും ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം നമ്മളിപ്പം എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എടുത്ത് നമ്മളൊരു ഒരു കൂട്ടം ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല അല്ലേ. പക്ഷേ അതിൽ 1-2 പേർക്കെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ കമൻറ്റായിട്ട് നിങ്ങളെനിക്ക് എന്താണ്, നിങ്ങളുടെ സ്നേഹം ഒരു കമൻറ്റിലൊക്കെ നിങ്ങളെന്നെ അറിയിക്കുക. ഒരു ലവൊക്കെ ഇട്ട് അറിയിച്ചതാ എനിക്ക് എന്ന് വെച്ചിട്ട് ബാഡ് കമൻറ്റ്സ് ഇടണമെന്നല്ല കേട്ടോ. എന്നാൽ ഞാൻ കൊല്ലും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊന്നും എനിക്കറിയണമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോസ് എങ്ങനെയുണ്ട്, ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സാണ് വരുത്തേണ്ടത്, എന്തൊക്കെ കണ്ടൻറ്റ് ഇതിൽ ആവശ്യമാണ് എന്നൊക്കെ നിങ്ങളൊന്ന് ഇട്ടെന്നെ ഒന്ന് പറഞ്ഞൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നിങ്ങനെ ഇരുന്ന് എപ്പോഴും ഇത് കണ്ട് അത് എന്താണ് ഇതിലുള്ള മിസ്റ്റേക്സ് എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ചിരിക്കാനുള്ള അത്രത്തോളം ഒരു സമയവും ഇല്ലല്ലോ. അപ്പം നിങ്ങളെനിക്കത് പറഞ്ഞൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ എനിക്കത് കുറച്ചുകൂടെ ഉപകാരമായിരിക്കും. സോ എന്താണ്, അത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഓക്കെ, ടാറ്റാ ബൈ ബൈ. നമുക്ക് നാളെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.